ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണുള്ളത്. ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം എഴുതുന്ന മറ്റ് കേരള PSC എക്സാം എഴുതുന്ന ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയുള്ളത് ആവർത്തന ചോദ്യങ്ങളാണ്. ഏറ്റവും ചെറിയ സിമ്പിളായ ചോദ്യങ്ങൾ പഠിച്ചു പോകാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ആൻസർ ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ലോക്പാൽ, ഇലക്ഷൻ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. ആൻസർ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന സംവിധാനത്തിന് പകരമായിട്ടാണ് നീതി ആയോഗ് വന്നത്. അല്ലേ? 12th അല്ലെങ്കിൽ 12 പഞ്ചവത്സര പദ്ധതി നമുക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോപ്പി, നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള. ആൻസർ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ലക്നൗ ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ദണ്ഡി മാർച്ച്, ചൗരി ചൗര അക്രമം, ബംഗാൾ വിഭജനം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ആൻസർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ഇത് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റാങ്ക് ഫയൽ കൂടെ കരുതാം. റാങ്ക് ഫയൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ വെച്ചിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുകയും വേണം. അങ്ങനെയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തന ചോദ്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് എക്സാം എഴുതാൻ പോകാൻ അത് സാധ്യമല്ല. ശരിയായ നടപടിയല്ലത്. ഓക്കെ, അപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ എടുക്കാം. അത് വരുന്ന ഭാഗം ഏതാണ് കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ കുറേ അധികം കൂടി ഒന്ന് റാങ്ക് ഫയലിലോ നോട്ട്സിലോ ഒക്കെ നോക്കി നന്നായി വായിച്ച് പഠിക്കുക തന്നെ വേണം. വായിച്ച് പഠിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം, പ്ലേഗ് ബോണസ്, ചമ്പാരൻ സമരം, പരുത്തി കൃഷിയുടെ തകർച്ച. ആൻസർ പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? പ്ലേഗ് ബോണസ് ആയിരുന്നു. നെക്സ്റ്റ്, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ജാതിനാശിനി സഭ, ജാതി വിരുദ്ധ സഭ, വിദ്യാപോഷിണി, യുവവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം കൊടുത്ത സാംസ്കാരിക പ്രസ്ഥാനം ഏതായിരുന്നു? ഏതാണത്? വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ്റെത് വിദ്യാപോഷിണിയാണ്. സഹോദരൻ അയ്യപ്പൻ വിദ്യാപോഷിണി. സഹോദരനും വിദ്യയും. വിദ്യയുടെ സഹോദരൻ അയ്യപ്പൻ വിദ്യാപോഷിണി. നെക്സ്റ്റ്, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? മന്നത്ത് പത്മനാഭൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, CP ഗോവിന്ദപിള്ള. ആൻസർ CP ഗോവിന്ദപിള്ള.
സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ള. നെക്സ്റ്റ് വൺ, മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? അഞ്ചുതെങ്ങ് പ്രക്ഷോഭം, ചാനാർ ലഹള, ആറ്റിങ്ങൽ കലാപം, മാപ്പിള ലഹള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ചാനാർ ലഹള. ചാനാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം. ചാനാർ ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ആരാണ്? കുറുമ്പ്രനാട് രാജ, വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, തലയ്ക്കൽ ചന്തു, തച്ചോളി ഒതേനൻ. ആൻസർ തലയ്ക്കൽ ചന്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ആരാണ്? തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജയും ചന്തുവും കണക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ, 150 രൂപ, 300 രൂപ, 350 രൂപ. ആൻസർ 250 രൂപ. 250 രൂപയാണ് ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ. അടുത്തത്, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങൾ, ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ. ആൻസർ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാജ്യസഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. രാജ്യസഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് വൺ, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ലാല ലജ്പത് റായ്, അരവിന്ദ ഘോഷ്, രാജ്ഗുരു, ഖുദിറാം ബോസ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്നായിട്ട് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ആരാണ് മരണമടഞ്ഞിട്ടുള്ളത്? ഓർമ്മയിലെത്താം. ആൻസർ ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആയിരുന്നു ആ ദേശസ്നേഹി. സൈമൺ കമ്മീഷൻ ലാത്തി ചാർജ് മരണമടഞ്ഞ ദേശസ്നേഹി ഓർത്ത് വെച്ചിട്ട് ലാല ലജ്പത് റായിയെ കൂടെ കൊണ്ടുവരിക. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുന്ന ആരെയാണ്? മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. ആൻസർ രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ലാഹോർ, അമൃത്സർ, ഗുരുദാസ്പൂർ, റാവൽപിണ്ടി. ആൻസർ ലാഹോർ. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ലാഹോർ. ഭഗത് സിംഗ് ചൗക്ക് ലാഹോർ. ഭഗത് സിംഗ് ചൗക്കാണ് ലാഹോർ. ചൗക്ക് ലാഹോർ. നെക്സ്റ്റ്, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 84, 86, 79, 73. ആൻസർ 86. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശം ആയിട്ട് മാറിയത് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ് വൺ, താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിന്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്, ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിന്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനാണ്. താഷ്കെൻഡ് പ്രഖ്യാപനം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനാണ്. നെക്സ്റ്റ് വൺ, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളിലാണ് ശരിയായിട്ടുള്ളത്?
ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി, സ്വകാര്യവൽക്കരണ നയം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുകയും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളെ ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളാണ് ശരി വരുന്നത്? ആൻസർ ഓപ്ഷൻ എ നോക്കാം. എ ഈസ് ദി ആൻസർ. 1ഉം 2ാമത്തെ ശരിയാണ് അല്ലേ. ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയെ കൈമാറുന്നതാണ്. ഓപ്ഷൻസ് നന്നായി വായിച്ചിട്ട് വേണം കുഴി BC കൊടുക്കാൻ. നെക്സ്റ്റ് വൺ, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ ICTE, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി NCERT, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തവർ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ് കൂട്ടത്തിൽ വരാത്ത. ബാക്കിയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കമ്മീഷൻസ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സഹകരണ ബാങ്കുകൾ, RBI, ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണിത്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്. നെക്സ്റ്റ്, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതെന്നാണ്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് 1905 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട്, ഏഷ്യൻ, G20, ബ്രിക്സ്. ഏതായിരുന്നു അത്? ഗാട്ടാണ് വന്നിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? S. രാധാകൃഷ്ണൻ, V. ഗിരി, ബക്രുദ്ദീൻ അലി അഹമ്മദ്, രാജേന്ദ്ര പ്രസാദ്. ആൻസർ ബക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ബക്രുദ്ദീൻ അലി അഹമ്മദ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്ക് ആയിരുന്നു? സൗദി അറേബ്യ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്. ആൻസർ അമേരിക്ക. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഇന്ത്യ എവിടത്തേക്കായിരുന്നു? അമേരിക്കയിലേക്കായിരുന്നു. ഇന്ത്യ ടു അമേരിക്ക. ഇന്ത്യയുടെ ധാരാതിലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഇന്ത്യയുടെ ധാരാതിലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ഡൽഹി, ഡെറാഡൂൺ, മുംബൈ, ജയ്പൂർ. ആൻസർ ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? മിതശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ, പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ്? ആൻസർ എന്താണ്? പർവ്വത മിതശീതോഷ്ണ. ഓപ്ഷൻ ബി ആണ്. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് ബോൺസായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം? മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടിച്ചോല, കുറിഞ്ഞിമല. ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. സംരക്ഷണാർത്ഥം എന്ന് തന്നെ നോക്കി
വെച്ചേക്കണം. സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ആൻസർ കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിപ്പൂക്കൾ, കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിമല അല്ലേ, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ, കുറിഞ്ഞിമല. നെക്സ്റ്റ്, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ചിങ്ങം 1, മേട 1, കുംഭ 1, മീൻ 1. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. നെക്സ്റ്റ്, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതാണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, വനമണ്ണ്. ആൻസർ ലാറ്ററൈറ്റ് മണ്ണാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. നെക്സ്റ്റ്, കോട്ടണോപോളിസ് നിക്ഷേപിക്കുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് കേൾക്കുമ്പോഴേ ആൻസർ വരും അല്ലേ? ഡൽഹി, കൽക്കട്ട, മുംബൈ, ജയ്പൂർ. ആൻസർ മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? പമ്പ, കല്ലടയാർ, ചാലിയാർ, പെരിയാർ. ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കല്ലടയാറാണ്. നെക്സ്റ്റ് വൺ, മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? മലനാടില്ലാത്ത ജില്ല. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം. ആൻസർ ആലപ്പുഴ ജില്ല. നെക്സ്റ്റ്, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം ഏതാണ്? പമ്പയുടെ വൃഷ്ടിപ്രദേശം ഏതാണ്? ആൻസർ 2235 ചതുരശ്ര കിലോമീറ്റർ. 2235 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 966, NH 744, NH 183, NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ദേശീയപാത ഏതാണ്? NH 544 ആണ്. NH 544. പാലക്കാട് ചുരം 544. ഓക്കെ. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് വൺ, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഇടിയോടുകൂടിയ ശക്തമായ മഴ, ഇതും കൂടി നോക്കുക. ഉഷ്ണകാലത്ത്, അതും നോക്കണം. ഇടിയോടുകൂടിയ ശക്തമായ മഴ, അത് രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. ആൻസർ മംഗോഷവർ, കാൽബൈശാഖി, ചാസിംഗ് ഇവയൊന്നുമല്ല. ആൻസർ ഇതാണ്, കാൽബൈശാഖിയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടി മഴ എന്താണ്? കാൽബൈശാഖിയാണ്. ഓക്കെ, ഉഷ്ണകാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം, ഉഷ്ണകാലം എന്നുള്ളത്. നെക്സ്റ്റ്, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ വെള്ളായണിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പൂക്കോട് തടാകം ഇവയൊന്നുമല്ല. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഇതാണ്. ഉത്തര കേരളം ഏതാണത്? പൂക്കോട് തടാകം. പൂക്കോട് അല്ലേ? എവിടെയാണത്? വയനാട് ജില്ല. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ജസ്പ, ജാംബോ, ജൂഡ്, ജാക്കി. ആൻസർ ജസ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. നെക്സ്റ്റ്, ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയത് ആരാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ആൻസർ ഗോദാവരി. നെക്സ്റ്റ് വൺ, തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 12%.
12%. തീരപ്രദേശം എത്രയുണ്ട്? 12%. തീരപ്രദേശം 12%. നെക്സ്റ്റ് വൺ, ചണം ഉൽപ്പാദനത്തിന് ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ചണം ഉൽപ്പാദനത്തിന് ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ. ആൻസർ ഇന്ത്യ. നെക്സ്റ്റ് വൺ, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. സ്വരാജ് ട്രോഫി, നെഹ്റു ട്രോഫി, ദിലീപ് ട്രോഫി, സന്തോഷ് ട്രോഫി. ആൻസർ സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? സ്വരാജ് ട്രോഫി. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നയം രൂപീകരിച്ചത് 1948 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആകുന്നു? ഏതൊക്കെ? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. 1ഉം 4ഉമാണ് ശരിയായത് അല്ലേ? ഒന്നാമത്തെ വാക്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം വ്യവസായ നയം രൂപീകരിച്ചത് 1948 ആണ്. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി അല്ലേ? 12 പഞ്ചവത്സര പദ്ധതിയുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും ആരാണെന്നുള്ളതും അല്ലേ, എന്തൊക്കെയാണ് ലക്ഷ്യം എന്നുള്ളതും ഇയറും പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. നമുക്ക് നോക്കാം. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 5ാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി 85-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓക്കെ. നെക്സ്റ്റ് വൺ, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്? ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, ഇസ്രായേൽ. ആൻസർ ഇസ്രായേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? സൗദി, അമേരിക്ക, ഇംഗ്ലണ്ട്, നേപ്പാൾ. ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ ചേർന്നാണെന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങളും, 7 ഡീംഡ് അംഗങ്ങളും. നെക്സ്റ്റ്, ആരുടെ നോവലാണ് വല്ലി എന്നത്? ആൻസർ ഷീല ടോമി. ഷീല ടോമി. നെക്സ്റ്റ്, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? കാരിച്ചാൽ, കാട്ടിൽ, പായിപ്പാടൻ. ഇവരാരും തന്നെ അല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വൺ, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. ജിമ്മി ജോർജ് വോളിബോളാണ്. ബോബി അലോഷ്യസ് ഹൈ ജമ്പാണ്. ദെൻ ചിത്ര കെ സോമൻ അത്ലറ്റ്. ഒന്നുകൂടി, ജിമ്മി ജോർജ് വോളിബോള്, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റാണ്. നെക്സ്റ്റ്, കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? മാങ്ങയാണ് കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം. നെക്സ്റ്റ് വൺ, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവവർഗം. ഒരു ആഹാര ശൃംഖലയിൽ
ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? മാംസഭുക്ക്, സസ്യഭുക്ക്, മിശ്രഭുക്ക്, വിഘാടകർ എന്ന് പറയും. ആൻസർ ഏതാണ്? മാംസ്യഭുക്കാണ്. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? മാംസ്യഭുക്ക് അല്ലേ. ഏറ്റവും ആദ്യം വരുന്ന എന്ത് തന്നെയാണ്? ഹരിതസസ്യങ്ങളിൽ സസ്യങ്ങളായിരിക്കും വരിക. അത് ഉൽപ്പാദകരാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് വരിക? ഉപഭോക്താക്കൾ വരിക. അത് ആരായിരിക്കണം? എപ്പോഴും സസ്യഭുക്ക് തന്നെ ആയിരിക്കണം അല്ലേ. സസ്യങ്ങളെ കഴിക്കുന്നവർ പുൽച്ചാടി, തവള അങ്ങനെയുള്ള സസ്യഭുക്കുകൾ തന്നെയാണെന്ത്? ആദ്യത്തെ ഉപഭോക്താവി ആയി വരിക അല്ലേ. ഈ സസ്യങ്ങളെ കഴിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദകർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നമ്മളടങ്ങുന്ന എല്ലാവരും എന്താണ്? ഉപഭോക്താക്കളാണ്. പക്ഷെങ്കിൽ ആദ്യത്തെ ആൾ ആര് തന്നെയാണ്? സസ്യങ്ങളെ കഴിക്കുന്ന സസ്യഭുക്കുകൾ അല്ലേ. ആനസഹിതമുള്ളത് സസ്യങ്ങളെ കഴിക്കുന്ന സസ്യഭുക്കാണെന്ത്? ആദ്യത്തെ ഉപഭോക്തായി വരിക. ഇവിടെ നോക്കാം, മിശ്രഭുക്ക് എന്ന് പറയുമ്പോൾ എന്താണത്? മിശ്രഭുക്ക് എന്ന് പറയുമ്പോഴത് സസ്യവും മാംസ്യവും കഴിക്കും അല്ലേ. രണ്ടും കഴിക്കുന്നവർ. അപ്പോൾ അതിനകത്ത് അതും വരുന്നുണ്ട്. അന്ന് ഇവിടെ സസ്യഭുക്കുണ്ട്. വിഘാടകർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സസ്യങ്ങൾ ഇല്ല, സസ്യങ്ങൾ നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ മരിച്ചു പോയി അത് അവരെ ആരും കഴിക്കുന്നില്ല. അപ്പോൾ സസ്യങ്ങളെ വിഘടിപ്പിക്കുന്നു. അതിപ്പോൾ കഴിക്കുക, ഉപഭോഗിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് വിഘാടകരും വന്നത് സസ്യങ്ങളെ ഉപഭോഗിക്കുകയാണ് ചെയ്യുന്നവർ. അവരുടെ ആഹാരമാക്കുക ചെയ്യുക അല്ലെ. വൈറസും ഫംഗസും ബാക്ടീരിയയും ഒക്കെ എന്താ വിഘാടകർ ജീവിവർഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ അവരെന്താണ്? സസ്യങ്ങൾ ചത്തുപോകുമ്പോൾ അല്ലേ, അതിൻ്റെ കാലം കഴിയുമ്പോൾ സസ്യങ്ങൾ ചത്തുപോകുമ്പോൾ അതിനെ വിഘടിപ്പിക്കുക വഴി അതിന് സസ്യങ്ങളിലെ ആഹാരം ലഭിക്കുക ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ബി, സി, ജീവകം എ, ജീവകം ഡി എന്നിവയുണ്ട് അല്ലേ. ആൻസർ ഏതാണ്? ജീവകം ഡി ആണ്. അത് എവിടെ നിന്ന് ലഭിക്കുക? സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. സൂര്യപ്രകാശം നേരിട്ടല്ലെങ്കിൽ പോലും അത് നമ്മൾ എന്താ പറയുക, മരത്തിനടി നിന്നാൽ പോലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തിലൂടെ അല്ലാതെ ലഭിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലേ. ബി നമുക്കറിയാം, ബി കോംപ്ലക്സുകളുണ്ട്. ബിയും സിയും എന്താണ്? ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന അവയാണ്. ബാക്കി കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? അടക്കെന്ന് പറയില്ല, ADEK അടക്കെന്ന് ഷോർട്ട് ഫോമിൽ പറയാം. അടക്കെന്ന് പറഞ്ഞാൽ ADEK, അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ് അല്ലേ. ഇതിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? വൈറ്റമിൻ ഡി എന്ന് പറയും അല്ലേ. വൈറ്റമിൻ ഡി അതാണ് പല്ലിനും എല്ലിനുമൊക്കെ അത്യാവശ്യമുള്ളതാണ് വൈറ്റമിൻ ഡി എന്ന കാര്യം അല്ലേ. അതിൻ്റെ അഭാവത്തുണ്ടാകുന്ന രോഗം എന്തായിരുന്നു? റിക്കറ്റ്സ് എന്ന രോഗം അല്ലേ, കാണാരോഗം അല്ലേ. അതായത് എല്ലിന് ബലം കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇപ്പോൾ ധാരാളം എപ്പോൾ ഡോക്ടർ പറഞ്ഞാലും വൈറ്റമിൻ ഡി കുറവുണ്ടെന്ന് പറയും. കാരണം വെയിൽ കൊള്ളുന്നില്ല ആരും തന്നെ. അപ്പോൾ വെയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നു. എല്ലിനും പല്ലിനും ആവശ്യമുള്ള ഒരു സംഭവമാണ്, വിറ്റമിനാണെന്ത്? ജീവകമാണെന്ത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്, വിറ്റമിൻസാണ്. അതുപോലെ അടക്ക് അല്ലെങ്കിൽ ADEK എന്ന് പറയുമ്പോൾ ഇയും കെയും ഒക്കെ അറിയാമല്ലോ. കെ മീൻസ് രക്തം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വിറ്റാമിൻ അല്ലേ. ഈ അറിയാം, വന്ധ്യതയെ പ്രതിരോധിക്കുന്നതാണ് ഇ എന്ന് പറയുന്നത്. അപ്പം സി നിങ്ങൾക്കറിയാം, ഇവിടെ കാണുന്ന സി എപ്പോഴും ഫ്രൂട്ട്സിൽ കാണുന്ന സി അല്ലേ. മോണയിൽ നിന്ന് ചോരയൊക്കെ വരും എൻ്റെ അഭാവത്തിൽ. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. മനുഷ്യരിൽ അവസാനം മുളയ്ക്കുന്ന പല്ല് ഏതാണ്? അഗ്രചർവണകം, കോമ്പല്ല്, ചർവണകം, ഉളിപ്പല്ല്. അവസാനം മുളയ്ക്കുന്ന പല്ല് ചർവണകം അല്ലേ. ചർവണകം എന്നാണ് പറയുക. ഏറ്റവും അങ്ങേറ്റത്ത് പോകുന്നത്, വിസ്തംൻ്റെ അടുത്ത് പോകത്തില്ലേ, അതാണ് ചർവണകം. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഏതാണ്? നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. സൈലൻറ്റ് വാലി, ഇരവികുളം, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. ആൻസർ ഇരവികുളമാണ് നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് അല്ലേ. ഇരവികുളത്തെ ജീവി ഏതാണ്? വരയാടാണ്. ഇരവികുളത്തെ ജീവി വരയാടാണ് അല്ലേ. ആദ്യത്തെ നാഷണൽ പാർക്കുമാണ് അല്ലേ. ആദ്യത്തെ നാഷണൽ പാർക്കുമാണ് വരയാടാണ്. സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജീവി വരയാടിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നീലഗിരി താറിനെയും എന്താണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇരവികുളം.
നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ള ഇവിടെ നമുക്ക് സൈലൻറ്റ് വാലി ഉണ്ടല്ലേ, സൈലൻറ്റ് വാലി അറിയാലോ എവിടെയാണത്. സൈലൻറ്റ് വാലിയിൽ എന്താ ഉള്ളത്? സിംഹവാലൻ കുരങ്ങ് അല്ലേ, സിംഹവാലൻ കുരങ്ങാണുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം അല്ലേ, ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? പെടാത്ത ജീവകം ടോക്കോഫുറോൾ, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലോവിൻ അല്ലേ. വായിക്കുമ്പോൾ അറിയാമല്ലേ ഏതാണത്? ടോക്കോഫുറോൾ. ടോക്കോഫുറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഇയുടെ സംഭവം ടോക്കോഫുറോൾ ആണത്. തയാമിൻ B1 അല്ല, തയാമിൻ B1ഉം B3ഉം B6ഉം അവിടെയുണ്ട്. നെക്സ്റ്റ് വൺ. അപ്പോൾ ആൻസർ എന്താണ് ഇവിടുത്തത്? 58ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടോക്കോഫുറോൾ. നെക്സ്റ്റ് വൺ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഏതു ഗുണമാണ്? മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, വേഗം പോകാം. ഒരു വസ്തു എല്ലാ നിറങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? കറുപ്പ്, വെളുപ്പ്, നീല ഇവയൊന്നുമല്ല. ആൻസർ വെളുപ്പായിരിക്കുന്നു. പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ വെളുപ്പാണ്. നെക്സ്റ്റ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, തെർമോപ്ലാസ്റ്റിക്, പോളിത്തീൻ പ്ലാസ്റ്റിക് ഇതൊന്നുമല്ല. ആൻസർ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നത് എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അടുത്തത്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇതേത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? 7, 8, 9, 5. ഏതിലേക്കാണ് നമ്മൾ കുമ്മായം ആഡ് ചെയ്യുക? കുമ്മായം വേണ്ട എന്തിലേക്കാണ്? pH 5 ഉള്ളതിനാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. 7 നമുക്ക് ന്യൂട്രലാണെന്നറിയല്ലേ. അപ്പോൾ അതിനകത്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. 5 ഏറ്റവും ഇതിൽ വരിക കുറഞ്ഞത്, അപ്പോൾ അതിലേക്ക് കുമ്മായം ചേർക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷനിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ ആൻസറിലേക്ക് എത്താനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ്. ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ അതേ വലുപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരു ദിശകളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. പിന്നെ അത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അടുത്തത്. 2021 ജൂലൈയിൽ ജെഫ് ബോസസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? വാലി ഫങ്ക് അല്ലേ, വാലി ഫങ്കാണ് അദ്ദേഹം. 21 ജെഫ് ബോസസ് അല്ലേ, എപ്പോഴും ജോസഫ് എന്നാണ് പറയുക. ജെഫ് ബോസസ് നടത്തിയ ജെഫ് അതിൽ വാലി ഫങ്ക്. ജെഫിൻ്റെ കൂടെ ഫങ്കാണ് പോയത്, ജെഫിൻ്റെ കൂടെ ഫങ്കാണിന്ന് പോയത്. ജെഫും ഫങ്കും കൂടിയാണ് അല്ലേ, ജെഫ് കുറഞ്ഞതും ഫങ്കിന് കൂടിയതും. ജെഫും ഫങ്കും കൂടിയാണ് യാത്ര പോയത്. ജെഫ് ആൻഡ് ഫങ്കാണ് യാത്ര പോയത്. അടുത്ത. ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ആൻസർ വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഏതാണ്? പെൺ ഏഡീസ് ആണ്. പെൺ ഏഡീസ് കൊതുകുകൾ. ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കുക. DTP വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ് സാർവിക ദാതാവ്, അഡ്രിനാലിൻ ഹോർമോൺ. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. AB രക്തഗ്രൂപ്പ് സാർവിക ദാതാവാണ്. അതാണ് ഒറ്റപ്പെട്ടത്. മീൻസ്
തെറ്റായ പ്രസ്താവനയാണ്. അതായത് ഇതൊക്കെ ശരിയാണ് അല്ലേ. ഡോട്ട്സ് ക്ഷയം അഡ്രിനാലിൻ ഹോർമോണാണ്. എ ബി ഗ്രൂപ്പ് എന്താണ്? സാർവ്യ സ്വീകർത്താവാണ് കേട്ടോ. നെക്സ്റ്റ്, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഏതാണ്? വിറ്റമിൻ കെ അല്ലേ. പോഷകത്തെ മീൻസ് വിറ്റാമിനും പോഷകമാണ്. വിറ്റാമിൻ കെ, ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നല്ലേ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ ആണ് അല്ലേ. എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിശാന്തത, അസുഖാഫ്താൽമിയ അങ്ങനെ അസുഖങ്ങളാണ് അല്ലേ. അപ്പോൾ കണ്ണിന് വേണ്ട വിറ്റമിനാണ് എന്നറിയാം. വിറ്റമിൻ ഇ നമുക്ക് വന്ധ്യത പരിഹരിക്കാൻ വേണ്ടതാണെന്നും അറിയാം. വിറ്റമിൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എന്താ പറയുക, അതിനകത്ത് ബെറി എന്ന അസുഖം, നമ്മുടെ ചുണ്ടിൻ്റെ പൊട്ടുന്ന അസുഖം ഉണ്ടല്ലോ, അതൊക്കെ വിറ്റമിൻ ബിയുടെയാണ്, ബി കോംപ്ലക്സിൻ്റെ ആണ് വരുന്നത്. അനീമിക്കാവുന്നതൊക്കെ അതിൻ്റെയാണ്. നെക്സ്റ്റ്, നാക്കോ ഏത് രോഗവും ബന്ധപ്പെട്ട സംഘടന? നാക്കോ NACO ഏത് രോഗം ബന്ധപ്പെട്ട സംഘടനയാണ്? ആൻസർ എയ്ഡ്സ്. നാക്കോ എയ്ഡ്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ്? കൊളറ. ജലജന്യ രോഗം കൊളറ അല്ലേ. ക്ഷയരോഗം എന്ന് പറയുമ്പോൾ അതല്ല, നമുക്കറിയാം മലേറിയ അല്ല. മലേറിയ ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഏതാണത്? മലേറിയയുടേത് പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ. ചിക്കൻ ബോക്സ് ഇതറിയാം. ക്ഷയരോഗം അല്ലേ, BCG അതിൻ്റെ പ്രതിരോധം എന്നൊക്കെ അറിയാം. അപ്പോൾ കോളറയാണത് ജലത്തിലൂടെ പകരുക. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണ് പൂർണ്ണമായും റെറ്റിന, ഒപ്റ്റിക് നെർവ്, കോർണിയ അല്ലേ. ഏതാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? കണ്ണിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ മാറ്റിവെക്കുക? കോർണിയ മാത്രമാണ് നമ്മൾ മാറ്റിവെക്കുക. ഓക്കെ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏതാണ്? മുഖക്കുരു ഉണ്ടാകുന്നു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. മുകളിൽ കൊടുത്തതല്ല അല്ലേ. ആൻസർ ഈസ് എല്ലാമെന്നാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശവളർച്ച ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, അർബുദം അല്ലേ. ക്യാൻസർ. അടുത്തത്, വളർച്ച ഏത് ധാതുവിൻ്റെ കുറവുണ്ടാകുന്നു? കുറവുകൊണ്ടാണ് ഉണ്ടാകുക. വളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവുണ്ടാകുന്നു? കാൽസ്യം, ഇരുമ്പ്, സോഡിയം, മഗ്നീഷ്യം. ഏതാണ് അവിടെ ധാതു വരിക? ഏതിനോടാണ് അല്ലേ? ഇരുമ്പാണ്. ഇരുമ്പ് മീൻസ് അയൺ ആണ് അല്ലേ. അത് ഏതിനോട് കണക്ട് ചെയ്ത് പറയാം? നമുക്ക് ഹിമോഗ്ലോബിനോട് കൂടി കണക്ട് ചെയ്ത് പറയാം. ഹിമോഗ്ലോബിൻ ബ്ലഡിൽ ഉണ്ടെങ്കിൽ അല്ലേ, എങ്കിൽ മാത്രം ഇല്ലാതെ ചെല്ലുക. അപ്പോഴേ ബ്ലഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ. ഹീമോഗ്ലോബിനാണ് ബ്ലഡിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ ഇരുമ്പ് വേണം, എങ്കിൽ മാത്രം ഹീമോഗ്ലോബിൻ നിൽക്കുകയുള്ളൂ അല്ലേ. ഇരുമ്പാണ് അതിൻ്റെ അകത്ത് വേണ്ട ധാതു, അതാണ്. അപ്പോൾ ഇരുമ്പ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയും. ഹീമോഗ്ലോബിൻ്റെ സംഭവം കുറയുമ്പോൾ എന്താണ്? നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ കിട്ടാതാവുന്നു അല്ലേ. ബ്ലഡിൽ അപ്പോൾ ഇങ്ങ് കിട്ടാതാവുന്നു. അപ്പോൾ ഓക്സിജൻ കിട്ടാതാവുമ്പോഴെന്താ? അനീമിക്കാണെന്ന് പറയുന്നത്. അങ്ങനെ. അടുത്തത്, കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? ഏത് വർഷമാണ്? 2008 വന്നേക്കുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ് ഇല്ലേ, എപ്പോഴും ചോദിക്കുക. ആൻസർ നമുക്കറിയാം എന്തായിരുന്നു? വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരളമാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്രയാണ്? അല്ലേ, BMIയിലേക്കൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ശരീരഭാര അനുപാതം എത്രയാണ്? 18.5 to 24.9 kg/m². അല്ലേ, kg/m² ആണ് ശരീരഭാര അനുപാതം. ഭാരത്തിനനുസരിച്ചുള്ള അല്ല വെയ്റ്റും ഹൈറ്റും ഒരുപോലെ ആയിരിക്കണം, അതാണ് പറയുക. വെയ്റ്റും ഹൈറ്റിനും അനുപാതികമായിട്ടുള്ള സംഭവമാണ്
ശരീരഭാര അനുപാതം എന്ന് പറയുക, BMI എന്ന് പറയുക. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ വന്ന് നമ്മൾ തകർക്കും, കാരണം അത്രയ്ക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. സിമ്പിളല്ല, പക്ഷേ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് 23 ക്വസ്റ്റ്യനാണ്, വളരെ പഴയൊന്നുമല്ല കേട്ടോ, പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം, അത്യാവശ്യം ഒന്ന് പഠിക്കുന്ന ഒരാൾക്ക്, കുറേ ഇച്ചിരി മെനക്കെടുന്ന ഒരാൾക്ക് നന്നായി എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. അപ്പം എല്ലാം വളരെ 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 ഹമ്പിളായ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ നോക്കിക്കോളൂ. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ആൻസർ ഇന്ത്യ. നമുക്ക് ആൻസർ വേഗം പോകാം. പറങ്കം സിൽക്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം. പറക്കം സിൽക്ക് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം ഏതാണ്? 2021. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അടുത്തത്, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാവുക. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? അമിത് ഷാ, നാരായണ ടാറ്റു റാണെ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ. ആൻസർ നിർമ്മല സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളി, സോംപ്രകാശ്, സംവാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. ആൻസർ സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാംശരൺ നേഗി, ജോഷി കുമാർ, ജവഹർലാൽ നെഹ്റു, കുമാർ സെൻ. ആൻസർ ശ്യാംശരൺ നേഗി. നെക്സ്റ്റ് വൺ, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ മീസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു? ആൻസർ അറിയാൻ നമുക്ക് ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം? കൽപ്പാക്കം, കാക്രപ്പാറ, നറോറ, കൈഗ. ആൻസർ കൈഗ. കർണാടകം കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലം, ഹിമാലയം, ഉപദ്വീപീയ പീഠഭൂമി, ദ്വീപുകൾ. ആൻസർ ധാതുക്കളുടെ കലവറ ഏതാണ്? ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമിയാകുന്നു. നെക്സ്റ്റ്, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ, മാൾവ, ചൊട്ടനാഗ്പൂർ, ഉത്തരമഹാസമുദ്രം. ആൻസർ ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അമരാവതി നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ, കാവേരി, ഗോദാവരി, താപ്തി. കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി. കാവേരി, അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി സുവർണ ചതുഷ്കോണം അല്ലേ? ചതുഷ്കോണമാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, DMCK. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. DMCK ആണ്
സുവർണ ചതുഷ്കോണം DMCK. ചുവർണ ചതുഷ്കോണം DMCK. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. K2 കാരക്കോറം. കോട്ടോണോപോളിസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ വിശ്വേശ്വരയ്യയാണ്. ദക്ഷിണേന്ത്യക്കകത്ത് വരുന്നത് വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യ മറക്കരുത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. പെട്രോളിയം ഖനിയാണ് ചോദിച്ചേക്കുന്നത്. വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ശിക്ഷാർഹമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17 അയിത്താചരണം, ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി. നെക്സ്റ്റ് വൺ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ 51A. ഓപ്ഷൻ ബി അനുച്ഛേദം 51A ആണ് മൗലിക കടമകൾ. മൗലിക കടമകൾ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഞാൻ മെസ്സേജ് ആക്കി ഇട്ടേക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ, വിശ്വാസ് മേത്ത. ഇതിനകത്ത് നമുക്ക് ശരി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്. സംരക്ഷകൻ ഏതാണ്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സുപ്രീം കോടതി ഹൈക്കോടതി നമ്മുടെ പഠിക്കാൻ നമുക്കുണ്ട്. അപ്പോഴത് ഇവിടെ സുപ്രീം കോടതികൾ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതി. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. പ്രഥമ ചെയർമാൻ രംഗനാഥ. ഓർത്തിരിക്കുക. രംഗനാഥ. നെക്സ്റ്റ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? അല്ലേ? ഇവിടെ VP മേനോൻ, ഫസൽ അലി, HN കുൻസ്രു, KM മേനോൻ, ഇവർ 3 പേരും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഫസൽ അലി കൊടുത്തതിന് നമുക്ക് ആൻസർ കിട്ടിയേനെ. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രുവും ഉണ്ടല്ലേ? ഇതാണ് വർഷമെങ്കിൽ എന്താ പറയുക, ഇവിടെ ഉത്തരമില്ല PSCക്ക്. കാരണം ഇവിടെ ഹസൻ അലിയാണ് കൊടുത്തേക്കുന്നത്. സോ ഫസൽ അലി ആണെങ്കിൽ ഉത്തരം ഉണ്ടായേനെ. ഇത് വന്നതിന് ഉത്തരം അല്ലേ? നെക്സ്റ്റ്, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. അതാണത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഏത് രാജ്യത്ത് വെച്ചാണ്? ആൻസർ എന്താണ്? അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ
ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇവയെല്ലാം എന്നാണ് നമ്മുടെ ആൻസർ കേട്ടോ. നെക്സ്റ്റ്, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? വൈസ് ചെയർമാൻ 50 മാർച്ച് 15 ഈ വർഷം ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസറിലാൽ നന്ദ. വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസറിലാൽ നന്ദ. ഗുൽസറിലാൽ നന്ദയാണ് വൈസ് ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, VP മേനോൻ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? എത്ര എണ്ണം? 5 എണ്ണം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇത് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? K. കേളപ്പൻ. തെറ്റല്ല. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഗാന്ധിയും അരാജകത്വവും രചിച്ചതാരാണ്? C. ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ആൻസർ മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം അതെവിടെയാണ്? പയ്യന്നൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്ക അബ്ദുൽ ഖാദർ മൗലവി. ഇതൊക്കെ നമ്മൾ കുറച്ച് തൊട്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ നന്നായി ഇത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയതാരാണ്? കോഴിക്കോടാണ്. ആൻസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? P. രാജീവാണ്. കേരള സ്പോർട്സ് കൗൺസിൽ രൂപം നൽകിയതാരാണ്? സ്പോർട്സ് കൗൺസിലിന് രൂപം കൊടുത്തതാരാണ്? ഗോദവർമ്മ രാജ. സ്പോർട്സ് കൗൺസിൽ. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? മഴനിഴൽ പ്രദേശം. അപ്പോൾ ആരെ ഓർമ്മ വരും? ആൻസർ ഗോസ് ടു ചിന്നാർ അല്ലേ? ഇപ്പോഴത്തെ LGS ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? പുനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏതാണ്? വളഞ്ഞാർ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വേണം. ഏത് വരും? മീനച്ചിലാറാണ്. വളഞ്ഞാർ മീനച്ചിലാറാണ്. പഴന്തമിഴ് പാട്ടുകൾ പരാമർശമുള്ള കേരളത്തിലെ ഏക ഒരു പഴവർഗ്ഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ B ചക്ക. ഓക്കെ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണം, സംസ്ഥാന ദുരന്ത നിവാരണം, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം എന്നാണ് ആൻസർ. ഓപ്ഷൻ D ഈസ് ദി ആൻസർ. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ C പറവൂറാണ്. അടുത്തത് 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ല? പുല്ലൂരാമ്പാറ ഏത് ജില്ലയാണ്? കോഴിക്കോട്. മന്ദരോഗം
ഫീമെയിൽ ഇവിടെ ക്യൂലെക്സ് പെൺകൊതുകാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആൻസർ ആവും. ഇവിടെ ബേസിക് ആൻസർ ഇല്ല, കാരണം ക്യൂലെക്സ് കൊതുക്, ക്യൂലെക്സ് പെൺകൊതുകാണ് ആൻസർ. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്തുരോഗം അല്ലേ. ഇവിടെ അനാഫിലിസ് പെൺകൊതുക് എന്ന് പറയുമ്പോൾ ആരെ വരുന്നുണ്ട്? അനാഫിലിസ് പെൺകൊതുക് മലേറിയയാണ്. അനാഫിലിസ് പെൺകൊതുക് മലേറിയ, അനാഫിലിസ് പെൺകൊതുക് മലേറിയയാണ്. ക്യൂലെക്സ് പെൺകൊതുക് എന്താണ്? നമ്മുടെ മന്തുരോഗം. ക്യൂലെക്സ് പെൺകൊതുക് മന്തുരോഗം. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയയുടെ അതാര്യമെത്തിയിരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി അല്ലേ, സി ആണ്, സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ചെവിയാണ്. ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? 6.2 to 7.6. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ്? ചോദിച്ചാൽ ഇവിടെ ഡി ആണ്. ബാക്കി ആശുപത്രി രോഗി സൗഹൃദമാക്കുക, ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉപയോഗപ്പെടുത്തുക, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ഉറപ്പാക്കുക, ഇതെല്ലാം ആർദ്രത്തിൽ വരുന്നതാണ്. പെടാത്തത് ഡി ആണ്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം ഏതാണ്? PV3, KAU പൗർണമി, KAU മനുരത്ന, PV5. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, KAU മനുരത്നയാണ് ആൻസർ. 27th സംസ്ഥാന വിത്ത് ഉപസമിതി തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ നെല്ലിനം. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്ത ഏതാണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് സുന്ദർബൻസ്, രൂപ്കുണ്ടക്, മനാസ്, സരിസ്ക. ആൻസർ രൂപ്കുണ്ടക്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. ഏറ്റവും കൂടുതലുള്ളത് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. അടുത്തത് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അല്ലേ, ശരിയുള്ളത് മാത്രം വായിക്കാം. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളെ കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ഉപയോഗിക്കേണ്ടതാണ്. ഈ ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസും ആൽഗയും കൂടെ ചേർന്നിട്ടുള്ളത് ലൈക്കൻ. ഫംഗസും ആൽഗയൊക്കെ ചേർന്നുള്ളതാണ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ മരങ്ങളിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ റൗണ്ടായിട്ട് വട്ടത്തിൽ ഇങ്ങനെ പച്ചയായിട്ടും വെളുത്തായിട്ടും ഒക്കെ കാണുന്ന ഒരു റൗണ്ട് ഭാഗം ലൈക്കൻ എന്ന് പറയും അല്ലേ. ലൈക്കനടുത്ത് പൊല്യൂഷൻ കുറവെന്നാണ് പറയാറുള്ളത്. നെക്സ്റ്റ് വൺ, ആറ്റത്തിൻ്റെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പേര് ഓർക്കണം? ചാഡ്വിക്. ന്യൂട്രോൺ ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. എല്ലാ ക്വസ്റ്റ്യനിലും ഇപ്പോൾ അയിരിനെയും ധാതുവിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ പോർഷൻ ഒന്നുകൂടി വായിക്കുക. അയിരിനെയും ധാതുക്കളെയും കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇവിടുത്തെ കൊടുത്തേക്കുന്ന പ്രസ്താവനകൾ നോക്കുക. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഏത് പ്രസ്താവനയാണ് ശരിയെന്നുള്ളതാണ് അല്ലേ. 1ഉം 2ഉം മീൻസ് 2ഉം ശരിയാണ്. പരസ്പര ബന്ധമില്ലാതെ തിരിച്ചറിയുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു രക്ഷയിലിനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള 73ൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി. 2ഉം 4ഉം ആണ്. ഓക്കെ, പോട്ടെ. 2ഉം 4ഉം ആണ് ബന്ധമില്ലാത്തത്. ഓക്കെ,
ചില തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക് മാസുള്ള അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 1:8 ആണ്. ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ 1:8 ആണ്. നെക്സ്റ്റ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ കാർബണും അല്ലേ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ. ഗ്ലൂക്കോസിൻ്റെ C6 H12 O6 അല്ലേ, എന്നു പറയുമ്പോൾ C11 അങ്ങനെ ഡബിളാണ് പോവുക. ഗ്ലൂക്കോസ് ഡബിൾ പഞ്ചസാരയ്ക്കകത്ത് വരിക. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് പഞ്ചസാരയിലേക്കകത്ത് വരിക. നെക്സ്റ്റ് വന്നേക്കുന്നത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഏതാണ്? 20 ഹെഡ്സ് അല്ലേ. 20,000 ഹെഡ്സാണ് മനുഷ്യൻ്റെ ആവൃത്തി. 20 താഴെയെങ്കിൽ 20,000 മുകളിൽ ഏറ്റവും പരമാവധി വരിക. അപ്പോൾ താഴ്ന്ന പരിധി 20 ഹെഡ്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂള്. നെക്സ്റ്റ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി സംവഹനം. വസ്തു ഒരു തുലനാസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. ആൻസർ ഓപ്ഷൻ ഡി കൽക്കരിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ ഓഫ് യു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.